എവിടുന്നാണോ രത്നമുണ്ടായത്? കടലിലെ ഏറ്റവും താഴെയുള്ള ചേറിൽ നിന്നാണ്. ചേർന്നാണ് രത്നം മുങ്ങിയെടുക്കുക. പട്ടുനൂല് എവിടുന്നാണ്ടായത്? പട്ടുനൂൽ പുഴുവിന്റെ പൃഷ്ഠത്തിൽ നിന്നുണ്ടായത്, വൃത്തിയട്ട സ്ഥലത്ത് നിന്ന്. തേനേക്കാൾ വലിയ ഔഷധമുണ്ടോ? ഇവിടുന്ന് തേനുണ്ടായത്? തേൻ ഛർദിച്ചതാ. ആര് ഛർദിച്ചത്? തേനീച്ച. നല്ലതൊക്കെ ഇവിടുന്ന് ഉണ്ടായത്. തല കൊടുക്ക്. എന്താണാവാ അതിൻ്റെ ഒക്കെ ഒരർത്ഥം? ഇവിടുക്ക് ഇജ് നന്നാകണം. ഇജ് അടി പോണം. അതിന് ഇജ് അടി പോണില്ല. എല്ലാവരും മേലക്കല്ലേ പറക്കണ്. രത്നം എവിടുന്നുണ്ടായി? പട്ടുനൂല് എവിടുന്നുണ്ടായി? തേൻ എവിടുന്നുണ്ടായി? മനസ്സിലായില്ലേ? അത്തറുകൾ, ഉന്നതമായ അത്തറുകളൊക്കെ എവിടുന്നുണ്ടായത്? കസ്തൂരി. എന്താണത്? കസ്തൂരിമാന്റെ വിയർപ്പ്. എന്താ കസ്തൂരി? മനസ്സിലായില്ലേ? കസ്തൂരി എന്താ? കസ്തൂരിമാന്റെ വിയർപ്പ് അല്ല. എന്താണ്? ഏറ്റവും വലിയതൊക്കെ ഏറ്റവും അടിയിൽ നിന്നുണ്ടായതാ. പിന്നെ അത് വലിയ മാറ്റപ്പെടുത്തും. എവിടുന്ന് ഉണ്ടായത്? മെരുകിൻ്റെ ഒരു മെരുകിന്നുണ്ടാക്കുന്ന ഒരു സുഗന്ധം, മെരുകും പുഷ് എന്ന് പറയും. മെരുകിൻ്റെ ബാക്ക് സീറ്റിൽ നിന്ന് എടുക്കുക. മെരുകിനെ കണ്ടിട്ടില്ലേ? പഴയ കാലത്ത് നമ്മുടെ നാട്ടുപുറങ്ങളിലൊക്കെ ഇത് എടുക്കാൻ വേണ്ടിയിട്ട് മെരുകിനെ വളർത്തി. മെരുവിന് മനസ്സിലായില്ലേ? അതിൻ്റെ ബാക്ക് സീറ്റിൽ നിന്നാണ് ഇങ്ങനെ നൂലുമ എടുക്കും. അതിൻ്റെ ബാക്ക് സീറ്റിൽ നിന്ന്, അതിൻ്റെ വൃത്തിയട്ട സ്ഥലത്തു നിന്നാണ് എടുക്കുക. അതെന്തൊരു സാധന! മെരുകും പുഷ് കേട്ടില്ലേ? എന്താ അതിൻ്റെ വില? എത്ര അതിൻ്റെ വില? അത് ഉപയോഗിക്കുന്ന ഔഷധങ്ങൾ എത്രയാ? കാലത്ത് ബീഡി കൂട്ടി വലിക്കും. പഴയ കാലത്തുണ്ടായിരുന്നു അല്ലേ? ഒരു പ്രത്യേക വാസനയുണ്ട്. നമ്മൾ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ചില ആളുകൾ മെരുകും പുഷുവിൻ്റെ ബീഡി വാങ്ങി വലിക്കും. അതിന് കുറച്ച് വില കൂടുതലാണ്, വില കൂടിയ ബീഡിയാണ്. അതിന് ഒരു പ്രത്യേക വാസനയാണ്. എവിടുന്ന് അതൊക്കെ എടുക്കണത്? എവിടുന്ന് അതൊക്കെ ഉണ്ടാണ്? അപ്പം എന്താ? മേലൊന്നും ഉണ്ടാവില്ല. മേലിന്ന് കാല് പൊളിഞ്ഞാടിയ അടിക്ക് പോയിട്ട് ഊര പൊളിയും, അതേ ഉണ്ടാവുള്ളൂ. അപ്പം നിങ്ങൾ പറഞ്ഞ കുത്തിമറിഞ്ഞ് വീണാൽ ഒന്നും പറ്റൂല. ഞാനിവിടുന്ന് വീണാലോ അടുത്ത ആഴ്ച ക്ലാസ് ഉണ്ടാവില്ല, 2 ആഴ്ച കെട്ടിയിട്ട് കിടക്കേണ്ടി വരും. നിങ്ങളിപ്പം വീണു, ഒന്നും പറ്റൂല. ഞാൻ വീണാലോ? ഞാൻ വീണാൽ കഴിഞ്ഞാലോ ഞാൻ ക്ലാസ് ഉണ്ടാവില്ല, തല പൊട്ടി. എന്തുകൊണ്ട്? ഞാൻ മേലെയാണ്. നിങ്ങൾ വീണാൽ ഒന്നും പറ്റൂല, നിങ്ങൾ താഴെയാണ്. സത്യ. മേലേന്ന് പറഞ്ഞത് മുഴുവനും വെട്ടിത്തരാ. നിർബന്ധ സാഹചര്യത്തിൽ മേലെ കയറാൻ പാടുള്ളൂ. താഴെയോ? ഇപ്പം നിങ്ങളെല്ലാവരും ഇവിടെ ഇങ്ങനെ വന്നിരുന്നു, ഇതിലെന്താ പ്രശ്നമുള്ളത്? നിങ്ങളെല്ലാവരും ഇവിടെ വന്ന് ഇരുന്നു, അറ്റൻഷനായി, മിണ്ടാതിരുന്നു, ഒരു തെറ്റുമില്ല. ഉസ്താദിനെ കാത്തിരിക്കുകയാണ്. ശരി, അത് വിട്ടാളി. ഞാൻ നിങ്ങളാരും വന്നില്ല, ഞാൻ വരാതെ നിങ്ങൾ ഇവിടെ വന്നിരുന്നാൽ ഒരു തെറ്റുമില്ല. നിങ്ങളിപ്പോൾ പണി എന്താ? ഉണ്ടായിരിക്കുക. ഞാൻ വന്നാലും ഉണ്ടായിരിക്കുക, ഞാൻ വന്നിട്ടില്ലെങ്കിലും ഉണ്ടായിരിക്കുക. നിങ്ങൾ ഇവിടെ ഒന്നും ഉണ്ടായിരുന്നാൽ വലിയ പ്രശ്നമുണ്ടോ? ഇല്ല. ഞാനോ? നിങ്ങളാരും വന്നില്ല, ഞാൻ ഇവിടെ വന്നിട്ട് പടപടപടാന്ന് വയൽ പറഞ്ഞാലോ എന്താ പറയാ? പിരാന്ത. അതല്ലേ? നിങ്ങളാരുമില്ല, ഞാൻ വന്നിട്ട് വയലാണ് തുടങ്ങി. അപ്പം പറഞ്ഞു നല്ലൊരു മനുഷ്യനെ ഇപ്പൊ പെയ്യ, ഇപ്പൊ പിരാന്ത. ഞാൻ നിങ്ങളില്ലാതെ പണിയെടുത്താൽ പിരാന്തായി, ഞാനില്ലാതെ നിങ്ങൾ പണിയെടുത്താൽ ഒരു പിരാന്തുമില്ല. നിങ്ങളെപ്പറ്റി നന്മ അറിയാം. മൂല്യർ വന്നിട്ടില്ല, എന്നാലും ഐറ്റങ്ങൾ അവരുടെ ഒരു ക്ഷമ എത്രേ. നിങ്ങളെ മുഅ്മിനീങ്ങളാണ്,
ഇന്നല്ലാഹ മഅസ്സാബിരീൻ. നിങ്ങൾക്ക് ആയത്ത് വരെ തെളിവ് കിട്ടി. ഞാനോ നിങ്ങളില്ലാതെ ഞാൻ പറഞ്ഞാലോ എന്താ ഇപ്പൊ ആരും കൈക്ക് പറ്റൂല, പിരാന്ത് അങ്ങനെ പറയാം. അപ്പൊ നോക്കൂ, നിങ്ങൾ താഴെ മേലെയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. അപ്പൊ ഈ ഉജ്ബ് എന്നെ ബാധിക്കും, നിങ്ങളെ ബാധിക്കൂല. നിങ്ങൾ ഇവിടെ കയറി ഞങ്ങളെ ബാധിക്കും. ഇവിടെ നമ്മളെ പ്രശ്നം. ഞാൻ പറഞ്ഞല്ലോ, ദ്വാരന്നൂടെ ഉത്തരം കിട്ടും, ഒക്കെ ശരിയാ. പക്ഷെ നിനക്കെന്ത് എനിക്കെന്ത്? നമ്മൾ മത്രൂദീങ്ങളല്ലേ. മത്രൂദ് ആട്ടപ്പെടേണ്ടവൻ. മിനൽ മത്രൂദീൻ, നമ്മൾ മത്രൂദീങ്ങളിൽപ്പെട്ട ആളുകളാണ്. പക്ഷെ അള്ളാഹു നമ്മൾ അങ്ങനെ ആക്കാതിരിക്കട്ടെ. പക്ഷെ നമ്മൾ പണിയതാ ചിന്തിക്കും. എത്ര എത്ര വഴിപ്പെടുന്ന ആളുകൾ, അള്ളാഹ് വഴിപ്പെടുന്നവർ ഹലക്കബിൽ ഉജ്ബി, ഉജ്ബ് കൊണ്ട് അവർ നശിച്ചു. സ്വയം മഹാനായി മനസ്സിലാക്കുക. എത്ര എത്ര ദോഷികൾ ഉണ്ട്. അവനാകട്ടെ പൊറുക്കപ്പെട്ടു. ബിസബബി കസ്രി ഖൽബിഹി, അവന്റെ കൽബ് പൊട്ടിയ കാരണം കൊണ്ട്. മറ്റോന്റെയോ കൽബ് പൊട്ടൂല. ഇന്നലെയും തഹജ്ജുദ് നിസ്കരിച്ചിട്ടുണ്ട്, ഇന്നലെയും തറാവീഹ് നിസ്കരിച്ചിട്ടുണ്ട്, ഇന്നലെയും നോമ്പ് വെച്ചിട്ടുണ്ട്, ഇന്നലെയും പള്ളിയൊക്കെയുള്ള വത്തക്കി മറ്റും ഞാൻ തന്നെ അങ്ങാടി നിന്ന് വാങ്ങിക്കൊണ്ടേ കൊടുത്തിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, റാഹത്തായി. വിരുന്നാർ വന്നപ്പോൾ പെണ്ണുങ്ങൾ പറയും ചെയ്തു, ഇക്കാക്കാൻ്റെ വകയാണ്, ഇവിടെ 3-4 പള്ളിക്ക ഇക്കാക്ക തന്നെ വാങ്ങിയിട്ട് കൊണ്ടേ കൊടുക്കും. മക്കളെ കെട്ടിച്ച 3-4 പേരിൽ നിന്ന് വന്നപ്പോൾ അവരോടൊക്കെ പറഞ്ഞു അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അങ്ങനത്തെ ഒരു മനുഷ്യനെ നമുക്ക് കിട്ടിയ നമ്മളെ ഭാഗ്യമാണ്. ആ മനുഷ്യൻ നേരം വെളുത്താൻ തുടങ്ങി അങ്ങാടി പോയി വത്തക്ക വാങ്ങി ഓരോ പള്ളിക്ക കൊണ്ടേ കൊടുത്ത് മൂപ്പരെന്നെ വൈകുന്നേരം പോയി മുറിച്ച് ക്ലിയറാക്കി കൊടുക്കും. അൽഹംദുലില്ലാഹ്. മനസ്സിലായോ പറഞ്ഞത്? കുടുംബത്തിലൊക്കെ വിവരം കിട്ടി, നല്ല മനുഷ്യനാണ്. അപ്പോൾ ഓലൊക്കെ ബഹുമാനിക്കൽ തുടങ്ങി, എല്ലാവരും ബഹുമാനിച്ചു. മനസ്സിലായില്ലേ? ചിന്തിക്കുക. എന്തുകൊണ്ട്? അപ്പൊ പിന്നെ ആരായി? മുത്തിയായി അറിയപ്പെട്ടു. അപ്പോൾ ഉജ്ബ് വന്നു. സലാസുൻ മുഹ്ലികാത്തുൻ, 3 കാര്യം നശിപ്പിച്ചേ അടങ്ങൂ. ശുഹുൻ മുതാഅ വഹവൻ മുത്തബഅ വഇജാബുൽ മർഇ ബിനഫ്സിഹി. ഹബീബായ നബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രഗൽഭമായ ഹദീസാണ്. സലാസുൻ മുഹ്ലികാത്തുൻ, 3 കാര്യം മനുഷ്യനെ നശിപ്പിച്ചേ അടങ്ങൂ. നശിപ്പിച്ചേ അടങ്ങും. ഇത്തിൽ കണ്ണി കയറിയാൽ മരത്തിന് നീര് പറ്റിച്ചേ അടങ്ങും. 3 കാര്യം കയറിയാൽ അത് മനുഷ്യനെ നശിപ്പിച്ചേ അടങ്ങൂ. ശുഹുൻ മുതാഅ, 1 അവൻ വഴിപ്പെട്ടു പോകുന്ന ലുബ്ധത, ഒരു അതിരുവിട്ട ലുബ്ധത. 10 പൈസ ഒരു കാര്യത്തിന് കൊടുക്കൂല, ഒന്ന് നശിച്ചേ തീരും. വഹവൻ മുത്തബ, അവൻ രണ്ടാമത്തെ ഹവ, അവൻ തന്നെ പിന്തുടർന്നു പോകുന്ന ഒരു ഹവ, അതായത് അവന് തോന്നിയത് അവൻ ചെയ്യുക. 3 വഇജാബുൽ മർഇ ബിനഫ്സിഹി, ഒരാൾക്ക് താൻ യോഗ്യനാണെന്ന്, താൻ മഹാനാണെന്ന്, താൻ അള്ളാഹിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്നവനാണെന്ന് സ്വയം തന്നെ തോന്നുക. വഇജാബുൽ മർഇ, ഒരു വ്യക്തി ആശ്ചര്യപ്പെടുക ബിനഫ്സിഹി, അവന്റെ നഫ്സ് കൊണ്ട് അവനെ ആശ്ചര്യപ്പെടുക. ഈ അജാബ് അവനെ ആശ്ചര്യപ്പെടുത്തുക. ആരാശ്ചര്യപ്പെടുത്തുക? അവന്റെ നഫ്സോനെ ആശ്ചര്യപ്പെടുത്തുക. ഞാൻ അൽഹംദുലില്ലാഹ് ഇങ്ങനെ ആയി കിട്ടിയത് എന്തോ എൻ്റെ വല്യമാൻ്റെ ദ്വായാണ്. അപ്പൊ 2 കാര്യം, ഒന്ന് ഞാനായി. മനസ്സിലായില്ലേ? അതേ സമയത്ത് റുബ്ബ മുദ്നിബിൻ, എത്ര ദോഷികളുണ്ട്. ഇബ്ലീസിന് നല്ല പുറത്തില്ല. ആദനബി കൊടുത്തു. 2 ഒരേ സമയത്ത് പുറത്താക്കിയതാണ്. എന്താ കാരണം? ഇപ്പൊ കാരണം പറയാൻ കഴിയും. ഇബ്ലീസ് മുഅജ്ജിബാണ്. ഇബ്ലീസ് അവനിൽ ആശ്ചര്യപ്പെട്ടവനാണ്. ആദനബിയോ മുങ്കസിറുൽ ഖൽബാണ്, കൽബ് പൊട്ടി. പഠിച്ചോനെ ഒന്നുപോയി. ഇവർ 2 ദോഷത്തിന്റെ കാരണം എന്താ? ഇബ്ലീസിന്റെ ദോഷത്തിന്റെ കാരണം എന്താ?
മേമ്പർ ഇപ്പം കിട്ടും. ഇബ്ലീസിന്റെ ദോഷത്തിന്റെ കാരണം എന്താ? ഇബ്ലീസ് പഴം കഴിച്ചോ? ചോദ്യം, ഇബ്ലീസ് പഴം കഴിച്ചോ? ഇബ്ലീസ് പഴം കഴിച്ചോ? ഇല്ല. പഴത്തുമ്മ തൊട്ടോ? ഇല്ല. വല്ലതും കാട്ടിയോ? ഇല്ല. പുറത്താക്കിയോ? പുറത്താക്കി. ആദം നബി പഴം കഴിച്ചു, എന്നിട്ട് പുറത്താക്കി. അപ്പൊ ശരിക്ക് കാരണം പുറത്താക്കാൻ ആരാണ്? ആദം നബിയെ തിരിച്ചെടുത്തു. മറ്റവനെ ഒരിക്കലും തിരിച്ചെടുക്കൂല. എന്തുകൊണ്ട്? അത് കഴിഞ്ഞ് അത് പഠിച്ചിട്ട് നോമ്പോറ്റാൽ മതി. ഒരാൾ പഴം കഴിച്ചിട്ടുമില്ല, ഒന്നുമില്ല, പഴത്തിൻ്റെ തോട് പൊളിച്ചിട്ടില്ല, പഴം പറിച്ചിട്ടില്ല, കഴിച്ചിട്ടില്ല, പുറത്താക്കി തിരിച്ചെടുക്കൂല. ഒരാൾ പഴം കഴിച്ചും ചെയ്തു, പുറത്താക്കുകയും ചെയ്തു, പെട്ടെന്ന് തിരിച്ചെടുക്കുകയും ചെയ്തു. തിരിച്ചെടുക്കേ ഇന്നല്ലാഹ അസ്തഫ ആദമ, ശുദ്ധീകരിച്ചു, സ്ഫുടം ചെയ്തു, മഹാനാക്കി. ആരെ? എന്താ കാരണം? ആദമിൻ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മേലുള്ള ചാർജ് എന്താ? ഷഹുവത്ത്. വികാരം. ആദം നബിയുടെ കാരണം വികാരം. തിന്നാൻ മോഹം, കുടിക്കാൻ മോഹം, ചെയ്യാൻ മോഹം. ഇബ്ലീസിന്റെ കാരണം എന്താ? ഉജ്ബ്, കിബ്ർ. തിരിച്ചെടുക്കൂല. നമ്മൾ നിസ്കരിച്ചു, നമ്മളിൽ ആശ്ചര്യപ്പെട്ടു. നമ്മളെ ദോഷം ആരിൽ നിന്ന് വന്നു? നമ്മളെ ദോഷത്തിൻ്റെ പിതാവാരാ? ഇബ്ലീസ്. ഒരുത്തൻ കള്ളുടിച്ചു, എന്നിട്ട് കരിഞ്ഞു. അവൻ്റെ പ്രശ്നത്തിൻ്റെ പിതാവാരാ? ഒരുത്തൻ കള്ളു കുടിച്ചു. കള്ളിൻ്റെ അടിസ്ഥാന കാരണം എന്താ? നിങ്ങളോടായിപ്പോയല്ലോ. കള്ളിൻ്റെ അടിസ്ഥാന കാരണം എന്താ? ഷഹ്വത്ത്, പൂതി. ആണോ അല്ലേ? പറയേ. പൂതി. പച്ച മലയാളത്തിൽ പറഞ്ഞ പൂതി. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം പഴം കഴിച്ചു. എന്തുകൊണ്ട്? പൂതി. പുറത്താക്കി, വേഗം തിരിച്ചെടുത്തു. നമ്മളെ നാട്ടിൽ കള്ളുടിയനുണ്ട്, ഓൻ കള്ളുടിച്ചു. എന്താ കാരണം? പൂതി. വേഗം മടങ്ങും, വേഗം മടക്കാം. മുങ്കസിറുൻ കൽബോ, കൽബ് പൊട്ടിയവനാണ്. പഠിച്ചോനെ, ഞാൻ പെട്ടുപോയതാണ്. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ഈ മുഅജ്ജിബീങ്ങളായ നമ്മൾ കൂടിയിട്ടാണ് കള്ളുടിയൻ്റെ മേൽ നിയമം ഉണ്ടാക്കുന്നത്. ഓനെ മയലിൽ നിന്ന് പുറത്താക്കണത്. ഓനത് തിരിച്ചെടുക്കാം, നമ്മളെ ഒരിക്കലും തിരിച്ചെടുക്കില്ല. നിങ്ങളിൻ്റെ കൂടെ അല്ല. സത്യത്തിൽ പള്ളി കമ്മിറ്റി ആണ്ടത് ഓനാ. എന്തുകൊണ്ട്? ഇന്ന് മുതൽ കള്ളു ശബക്ക് പായണ്ടട്ടാ. എന്നാലും ഞാൻ പറയാം, അതും ഇതും ദോഷാണ്. പക്ഷെ ആ ദോഷത്തിന് കാരണമുണ്ട്. ആ കാരണം ഷഹുവത്താണ്. ഇത് ഇന്നെ പഠിപ്പിച്ച് നിങ്ങൾ ബേജാറാകണ്ട. നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും എന്താ ഇയാൾ ഈ പറയണത്. എന്നെ പഠിപ്പിച്ചത് ഇമാം ഗസാലിയാണ് റളിയല്ലാഹു അൻഹു. ഗസാലി ഇമാം ഇങ്ങനെ തന്നെ പറയണത് ഞാൻ കണ്ടിട്ടുണ്ട്. എടാ, അള്ളാഹ്ക്ക് വഴിപ്പെടുന്ന അഹങ്കാരി നിന്നെ അള്ളാഹ് ഇബ്ലീസാക്കും. എടാ, കള്ളുടിയനെ അള്ളാഹ് മഹാനാക്കും. ഇജ്ജ് സൂക്ഷിച്ചോ. എന്തുകൊണ്ട്? നിന്റെ നേതാവ് ഇബ്ലീസാണ്, കള്ളുടിയൻ്റെ നേതാവ് ആദം നബിയാണ് അലൈഹിസ്സലാം. ആദം നബി കള്ളുടിച്ചു എന്നല്ല പറഞ്ഞ വായന. സംഗതി പാടില്ല എന്ന് രണ്ടാളോട് പറഞ്ഞോ. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല. കള്ളുടിക്കരുതേ, ആ മരത്തിലേക്ക് അടുക്കരുതേ. ഞാൻ അതിൻ്റെ ഉള്ളെന്താന്ന് അള്ളാഹ്ക്കറിയാം, നമ്മക്കറിയില്ല. പക്ഷെ പറഞ്ഞത് അങ്ങനെയാണല്ലോ. വലാ തഖ്റബാ ഹാദിഹി ഷജറ. മറ്റത് വലാ തശ്റബിൽ ഖംറ, കള്ളു കുടിക്കരുത്. മറ്റത് വലാ തഖ്റബാ ഹാദിഹി ഷജറ, ആ മരത്തിലേക്ക് അടുക്കരുത്. അടുത്തു, കഴിച്ചു. എൻ്റെ കാരണം പൂതി. കഴിക്കുമ്പോൾ തന്നെ ഉണ്ട്. എൻ്റെ കഥ കഴിഞ്ഞ് ഞാൻ പോക്ക.
എന്നോട് പടച്ചോൻ പറഞ്ഞതിനെതിരെ ചെയ്തതിൽ എൻ്റെ ബുദ്ധിയുണ്ട്. നേരെ മറിച്ച് ബിലീസ് തർക്കിക്ക, എന്റെ പണിയാണ് കേൾക്കണത്, ഞാനല്ലേ യോഗ്യൻ, ജല്ലേ അക്രമി, ജിന്നെ അഗ്നി കൊണ്ട് പഠിച്ചിട്ട് ആ ഒരു അന്തല്ലാത്തവൻ എന്റെ സുജൂദ് ചെയ്യാൻ എന്നോട് പറയാൻ പറ്റുമോ? ജിന്റെ സ്റ്റാൻഡ് മനസ്സിലാക്കണ്ടേ? പറയണ മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ എന്തേ ഞാൻ ഈ ആകാശമാണ് സുജൂദ് ചെയ്തവനല്ലേ? ജിന്നെ മനസ്സിലാക്കണ്ടേ ഞാൻ ആരാണ്? ഇത്രയേറെ സുജൂദ് ചെയ്ത് എപ്പോൾ നിനക്ക് ഇബാദത്തെടുക്കുന്ന ഇന്നോട് ആ ഒരു മണ്ണില് വെള്ളം നനച്ചുണ്ടാക്കിയ ഈ ഒരു സാധനത്തിന് സുജൂദ് ചെയ്യാൻ പറയാൻ നിനക്ക് തോന്നിയന്റെ എനിക്ക് അത്ഭുതം പറയാ. ഇജ്ജ് പടച്ചോ തന്നെയല്ലേ? എന്ത് കളിയായി കളിക്കണ? അസ്തഗ്ഫിറുല്ലാഹ് എന്നുള്ള വാക്ക് ആര് പറയില്ല? അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ആര് പറയില്ല? എന്തുകൊണ്ട്? ഓൻ തെറ്റ് ചെയ്തിട്ടില്ല. അവന്റെ ഭാഷയിൽ അസ്തഗ്ഫിറു ഇബ്ലീസാണ് അല്ലാഹ് പറയണം. മനസ്സിലായില്ല? അവന്റെ ന്യായല്ലേ? ചിന്നോട് പൊറുക്കലിനെ തേടുന്നു, ചിങ്ങനെ അട്ടം പാടുന്നു. നീ പടച്ചോന്നാ എഴുതി, പടച്ചോനുള്ളേ ഒരു പരിധി. മനസ്സിലായില്ലേ? അതേസമയത്ത് ആദം നബി 1000 കൊല്ലം ഭൂമി പാർത്തു. 1000 കൊല്ലത്തെ ദുആ അറാഫ് സൂറത്തിലുണ്ട്. ഏതാ 1000 കൊല്ലം ദുആ? 1000 കൊല്ലത്തെ ദുആ അറാഫ് സൂറത്തിലുണ്ട്. ഒരാളെ മതി. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അവർ രണ്ടാളും പറഞ്ഞുകൊണ്ടേയിരുന്നു, പറഞ്ഞു റബ്ബനാ ഞങ്ങളുടെ രക്ഷിതാവേ, ളലംനാ അൻഫുസനാ ഞങ്ങൾ ഞങ്ങളോട് തന്നെ അക്രമം ചെയ്തവരാണ്, ഞങ്ങൾ പോക്കാണ്. ഇതന്നെയല്ലേ കളുടെയും പറയുന്നത്? ഇത് മൂല്യരായ നമ്മൾ പറയോ? എന്ത് നാട്ടുകാരല്ലേ കുറ്റം ചെയ്ത് നമ്മളെന്ത്? അപ്പൊ മൂല്യരായ എന്റെ നേതാവ് ഇബ്ലീസാവൂലേ ലഅനത്തുല്ലാഹി അലൈഹി? കള്ളുടി തന്നെ നേതാവ് ആരാ? ആദം നബി. കള്ളുടി ആദം നബി പറഞ്ഞ വാക്കന്നെ എമ്പനും പറയുന്നത്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? എന്താ പറയണത്? റബ്ബനാ ളലംനാ അൻഫുസനാ. പിറ്റേന്ന് കള്ളു ഷാപ്പ് പോയി തന്നെ ഞാനും പറയണത്. പിറ്റേന്നും പൂതി ഉണ്ടായി പോവല്ലോ. പിറ്റേന്ന് പറഞ്ഞു റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. പിറ്റേന്നും കള്ളു ഷാപ്പ് പോയി. എന്തേ? പൂതി. ഒരു സദസ്സിൽ ബാക്കിൽ വന്നിരിക്കും. എന്ത്? ഞാനിന് മുന്നിൽ കയറിയിരിക്കാൻ യോഗ്യനല്ല. മൂലിയരെ കണ്ടാൽ, മൂലിയരെ പണിയെടുക്കണീൻ്റെ അടിയിൽ മൂലിയരെ കണ്ടാൽ മുണ്ട് വെച്ചിടും. എന്തേ? മുണ്ടുത്തിക്കാനുള്ള യോഗ്യത എനിക്കില്ല. ആ മനുഷ്യൻ്റെ മുന്നിൽ അത് പള്ളിയിലെ മൂലിയരാണ്. മൂലിയരെ നോക്കിയാ നന്നായി, ആയിക്കോട്ടെ, മൂലിയൻ്റെ നന്നായി. ഞാനത് നിങ്ങളൊക്കെ മുണ്ട് എത്ര ആൾ കഴിച്ചിരുന്നുണ്ട് നോക്കാൻ തന്നെ ഞാൻ ഇറങ്ങി. ആയിക്കോട്ടെ, കുഴപ്പമില്ല. ഓ പണിയെടുക്കുക, ഓ മുണ്ടയിച്ചിട്ടു. ഓനാ യോഗ്യൻ. എന്തുകൊണ്ട്? മൂല്യരെ കണ്ടപ്പോ മുണ്ടയിച്ചിട്ടാ എന്ത്? ബഹുമാനിച്ചു. ആരെ പറയേ? അത് ഇൽമുള്ള ആളാണ്. അപ്പം ബഹുമാനിച്ചത് ആരെയാണ്? അവൻ ആരെയാണ് ബഹുമാനിച്ചത്? അവൻ ആരെയാണ് മഹത്വപ്പെടുത്തിയത്? ഒരു ആലിമിനെ ഒരാൾ ബഹുമാനിച്ചാൽ ആ ആൾ മഹത്വപ്പെടുത്തിയത് ആരെ? പറയടാ, അള്ളാഹുവിനെ അല്ല. ഇയാളാര്? അയാളെ ഹൃദയത്തിൽ അള്ളാഹുവിൻ്റെ ഖുർആനും ഹദീസും ഇൽമുണ്ട് എന്നുള്ള പേര് അയാളാര്? അല്ലേ? മനസ്സിലായില്ലേ? ചിന്തിക്കാം തന്നെ. അയാളെന്ത്? അതാണല്ലോ. അതേസമയത്ത് ഇയാൾ മനസ്സിലാക്കണത് എന്നെ ബഹുമാനിച്ചു എന്നാണ്. ജാഹിൽ എന്നൊരു കവി ഉണ്ടായിരുന്നു. അയാളെ കല്യാണത്തിന് വിളിച്ചു. വലിയ പ്രഭു കല്യാണത്തിന് വന്നു. കവികളല്ലേ, കവികൾ
നിങ്ങൾക്ക് ഇപ്പം തന്നെ മര്യാദയ്ക്ക് തുണിപ്പാൻ ഉണ്ടാവില്ല. മനസ്സിലായില്ല? അപ്പം പിന്നെ അന്നത്തെ അവസ്ഥ പറയാണ്ടോ? ഒരു മുഴിഞ്ഞ് ചടച്ച ഒരു തുണിയും കുപ്പായൊക്കെ ഇട്ട് ജാഹിൽ വലിയ കവിയാണ്, അറിയപ്പെട്ട കവിയാണ്. പോയി കല്യാണത്തിന് നമ്മൾ കയറ്റില്ല. ഗേറ്റ് കീപ്പറുണ്ട്, ക്ഷണിച്ചിട്ട് വന്നാണ് കയറും. എന്നെപ്പോലത്തെ ക്ഷണിക്കൂലാറും. എന്നെപ്പോലത്തെ ഇത് വലിയ പ്രഭുക്കൾ ഉള്ള കല്യാണമാണ്, എന്നെപ്പോലത്തെ ആളെ ക്ഷണിക്കൂലാറും. ജാഹിൽ തിരിച്ചു വന്നു. ഈ ഗേറ്റ് കീപ്പർക്ക് ഇത് ജാഹിലാണെന്ന് അറിയില്ല. ജാഹിൽ എന്ന് പറഞ്ഞാൽ ലോക പ്രശസ്ത കവിയാണ്. ജാഹിൽ അത് അങ്ങാടി പോയി ഒരു കോട്ട് വാങ്ങി. ഒരു കോട്ടും പൈജാമയും എല്ലാം തൊപ്പിയും എല്ലാം വാങ്ങി പിന്നെയും വന്നു. അപ്പം കയറ്റി, സല്യൂട്ട് അടിച്ചു, കയറ്റി. ജാഹിൽ എന്ത് ചെയ്തു? കല്യാണത്തിന് കൊണ്ടുപോയി ചോറിനിരുത്തി. അപ്പം ജാഹിൽ ചോറെടുത്ത് കോട്ടിൻ്റെ ഈ കീശി കൂടി ഇട്ടു, കറി ഈ കീശി കൂടി പറഞ്ഞു. ശരി ശരി ഇതൊക്കെ എല്ലാം കോട്ടിലാണ് നിറച്ചു. എന്നിട്ട് ഞാൻ പോട്ടേറ് മൊലാളിൻ്റെ അടുത്ത് വന്നു. എന്താ ജാഹിലെന്ന് വെച്ചു. അല്ല ഇപ്പൊ പറഞ്ഞു ഞാനായി വന്നു, അപ്പൊ ഇവിടെ കയറ്റിയില്ല. പിന്നെ ഞാൻ കോട്ടിട്ട് വന്നു, അപ്പൊ കയറ്റി. അപ്പൊ ബഹുമാനിച്ചത് ഇന്നല്ല, അപ്പൊ കല്യാണം എനിക്കല്ല കോട്ടിനാണ്. അപ്പൊ ചോറോൻ തിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് എങ്ങനുണ്ട് ചിന്തിക്ക്. അപ്പൊ മൂല്യരായ എന്നെ ഒരു നാടൻ ബഹുമാനിച്ചു. അപ്പൊ ഞാൻ വിചാരിക്കുന്നു ഇന്നല്ല ബഹുമാനിച്ചത് ആരെയാണ്? അള്ളാന്റെ കലാമിനെയാണ് ബഹുമാനിച്ചത്. അതിൻ്റെ അടുത്തേക്ക് വില വെക്കണ്ട. പക്ഷെ ഞാൻ തെറ്റിദ്ധരിക്കണം. അവൻ ബഹുമാനിച്ചപ്പോൾ മഹാനായി, ഞാൻ ഇന്നാണ് ബഹുമാനിച്ചത്, ഞാൻ വലിയ മോശപ്പെട്ടവനായി. മനസ്സിലായില്ലേ? ചിന്തിക്കതൊക്കെ ചിന്തിക്ക്. ഒരു ദോഷിയെ കണ്ടാൽ പോലും ലാ തദ്ഖുലുൽ ജന്ന എന്ന് മുത്തിയെ പറയാൻ പാടില്ല എന്ന്. അങ്ങനെ പറഞ്ഞാൽ മുത്തിയുടെ എല്ലാ അമലും അള്ളാഹു പൊളിച്ചു കളയും. മനസ്സിലായില്ല? ഒരു മുത്തിയെ വഴിപ്പെടുന്ന ആള് ആ മുദിനിബൻ ദോഷിയെ കണ്ടു. ഫഖാല, കള്ളുഷാപ്പ് നിറങ്ങിയവരുണ്ട് ദോഷി. അപ്പോൾ പറഞ്ഞു ഇന്നക ലാ തദ്ഖുലുൽ ജന്ന, ഈ സ്വർഗത്ത് കിടക്കൂല പറഞ്ഞാൽ ഫയഖൂലുല്ലാഹ്, അർശിന്റെ അധിപതി അപ്പോൾ അർശിലിരുന്ന് പറയും. എന്ത്? അർശിന്റെ അധിപതി അപ്പോൾ പറയും എന്ത്? ഇന്നഹു യദ്ഖുൽ ജന്ന വ ഇന്നക ലാ തദ്ഖുൽ ജന്ന. ഓൻ സ്വർഗത്ത് കിടക്കും, ഇശ് കിടക്കൂല. മൻ അദിനലക അബ്ദി ലാ യദ്ഖുൽ ജന്ന, ഇന്റെ അടിമ സ്വർഗത്ത് കിടക്കൂല എന്നറിയാം വിചാര. അന അഹ്ബത്തു അമലക, ഈ ഇതുവരെ ചെയ്ത അമൽ മുഴുവൻ ഈ ഒറ്റ വാക്കുകൊണ്ട് ഞാൻ പൊട്ടിച്ചു. എനിക്ക് സമായി പറഞ്ഞത് മനസ്സിലായില്ലേ? എന്താ പറഞ്ഞ ആ വാക്കിന്റെ അർത്ഥം? ഇത് മുത്തുനബി പഠിപ്പിച്ചതാണ്, ഇത് മുത്തുനബിന്റെ ഹദീസാണ്. ഒരു മനസ്സിലായില്ല? ഒരു ദോഷിയെ കണ്ടപ്പോൾ ഒരു സ്വാലിഹ് എന്ത് പറഞ്ഞു? മക്കളെ എന്ത് പറഞ്ഞു? ഇന്നക ലാ തദ്ഖുൽ ജന്ന. ഇങ്ങനെ പറയാ, കള്ളുഷാപ്പിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഇങ്ങനെ പറയാ. എങ്ങനെ? പിന്നെ ഈ ജാതി പണിയെടുത്താലൊക്കെ മനുഷ്യരെ കുടുങ്ങും കേട്ടോ, കുടുങ്ങാനാണ് സാധ്യത. അങ്ങനെ പറയാം, ഈ ജാതി പണിയൊക്കെ എടുത്താലേ കുടുങ്ങാനാണ് സാധ്യത കേട്ടോ, ശ്രദ്ധിച്ചാളാ. അങ്ങനെ പറയാം. ഇജ്ജ് നരകത്ത് സ്വർഗത്ത് കിടക്കൂല അറിയാം. ആരാ? എൻ്റെ അടിമ സ്വർഗത്ത് കിടക്കൂല അറിയാം. ഇജ്ജാരാ? അത് ഞാനല്ലേ ആള്? അത് കിടക്കൂല എന്ന് പറഞ്ഞാൽ എനിക്ക് സമായില്ലേ? മനസ്സിലായില്ല? അള്ളാഹു നമ്മളെ കാക്കട്ടെ. ആർക്ക് എന്ത് അവകാശം? അപ്പൊ മനുഷ്യനിൽ വഞ്ചിതരായവരിൽ നല്ലൊരു ശതമാനം സ്വതക്കൊടുത്ത് വഞ്ചിതരായി. കോടിക്കണക്കിന് ഉറുപ്പ്യ സ്വതക്കൊടുത്തിട്ട് 50 പൈസ റിക്കാർഡിൽ ഉണ്ടാവില്ല. 50 പൈസ ഉണ്ടാവില്ല റിക്കാർഡിൽ. കോടിക്കണക്കിന് സ്വതക്കൊടുക്കും, 50 പൈസ റിക്കാർഡിൽ ഉണ്ടാവില്ല. അള്ളാഹു നമ്മളെ കാക്കട്ടെ. മനസ്സറിഞ്ഞാമേ അള്ളാഹു നമ്മളെ കാക്കട്ടെ. ആയിരക്കണക്കിന് വയലു പറഞ്ഞു, ഒരു വയല് റിക്കാർഡിൽ ഉണ്ടാവില്ല. 10,000കണക്കിന് കുട്ടികൾക്ക് ദർസ് നടത്തി, ഒരു ദർസ് റെക്കോർഡിൽ ഉണ്ടാവില്ല. എന്ത്? സ്വന്തം വലുതായി. ഉജ്ബ്. ഉജ്ബ് ആരുടെ സിഫത്താണ്? പറേ, ഇബ്ലീസിന്റെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇപ്പൊ വളരെ തല കുടുക്കി. എത്രയെത്ര ദോഷികളുണ്ട്.